നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ളത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളിൽ നിന്നാണ് വലിയ വലിയ ലോസുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 നിലയുടെ ഫ്ലാറ്റിൽ നമ്മൾ 10ാമത്തെ നിലയിൽ പോകണം, പക്ഷേ ലിഫ്റ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ കയറി പോയപ്പോൾ അവിടെ നിലയിൽ 3ാമത്തെ ഫ്ലോർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അയ്യോ 3ാമത്തെ നിലയിൽ എത്തിയതേ ഉള്ളൂ, ഇനിയിപ്പോൾ 7 നില കയറണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞാലും പുറത്ത് പറഞ്ഞാലും വേറെ ആരുടെ അടുത്ത് പറഞ്ഞാലും ഇതിൻ്റെ സൈക്കോളജി നമ്മുടെ മനസ്സ് ഡിമ്മാവുകയും അത് പ്രകാരം നമ്മുടെ ശരീരത്തിലേക്ക് ആ എനർജി എത്താതിരിക്കുകയും കൈയും കാലും കഴയ്ക്കുക, വേദനിക്കുക, മടി എന്നുള്ളവയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് തിരിച്ച് 3 നില എത്തി, ഇനി 7 നിലയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാനുള്ള ഒരു ഊർജ്ജം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ പറയുന്നതിലെ ചെറിയ വ്യത്യാസങ്ങൾ, നമ്മൾ ആളുകൾക്ക് സംസാരിക്കുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പോയിന്റുകളാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മൾ ട്രേഡിങ് എത്തുമ്പോൾ ലോസ് വന്നു, നമ്മൾ ലോസ് വരുമ്പം അയ്യോ എനിക്കിത്രയും ലോസ് വന്നോ എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സ് അത് തിരിച്ചു പിടിക്കാനും ഉള്ള വ്യഗ്രത കാണിക്കും അല്ലേ. പകരം നമ്മൾ പറയുക നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ അതിനകത്തേ വന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റ് കിട്ടിയും പറഞ്ഞു അയ്യോ മാർക്കറ്റ് അത് കഴിഞ്ഞ് വീണ്ടും പോയി, കുറേ കൂടെ ഇരുന്നിരുന്നെങ്കിൽ, അപ്പോൾ ബുക്ക് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്ന് പറയും. ഇതിനും അപ്പുറം അങ്ങനെ അല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടാർഗറ്റ് നമ്മൾ ഇറങ്ങി, ഓക്കെ ഇത്രയും നമുക്ക് കിട്ടി, ഇനിയുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്മൾ SLഉം ടാർഗറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി, അപ്പോൾ ഇനി നമുക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ പറയുന്നതിൻ്റെ ചിന്തിക്കുന്നതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് പോയിൻ്റ് മാറ്റിയിട്ട് പോസിറ്റീവ് വശം നല്ലതാകാം എന്നുള്ളൊരു പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് കൺട്രോളാവും, സൈക്കോളജിയൊക്കെ സെറ്റാവും, ലോസുകൾ കുറയ്ക്കാം, അടങ്ങിയിരുന്ന് ഡിസിപ്ലിനായിട്ട് അല്ലെ പേഷ്യൻസായിട്ട് ഇരുന്നു കൊണ്ട് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്ന ചെറിയ പോയിന്റുകളെ പോസിറ്റീവായിട്ട് സംസാരിക്കുക അല്ലേ. നമുക്ക് ഇത്ര ലോസേ വന്നോളൂ എന്ന് പറയുക, അതുപോലെ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും.